ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് മൂഡ് ഓഫിനെ കുറിച്ചിട്ടാണ്. മൂഡ് ഓഫോ? എന്ത് മൂഡ് ഓഫ്? ആകെ മൊത്തം കൺഫ്യൂഷൻ ആണല്ലോ. ചില ആളുകൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. എനിക്ക് വന്നൊരു ചോദ്യമാണ്, മൊത്തത്തില് മൂഡ് ഓഫ് ആണ്, ഞാൻ എന്ത് ചെയ്യണം? മൊത്തത്തിൽ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, മൈൻഡ് മൊത്തം പല രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോവുകയാണ്, എന്താണ് ചെയ്യേണ്ടത്? മൊത്തം ഒരു മൂഡ് ഓഫ് സിറ്റുവേഷൻ ആണ്, ഒരു ഉഷാറില്ല. ഇതായിരുന്നു ആകെ മൊത്തം ആ ഒരു ചാറ്റിങ്ങിൽ ഉണ്ടായിരുന്നത്. ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ച കുറച്ച് ചോദ്യങ്ങളുണ്ട്, അവർ പറഞ്ഞ ചില ഉത്തരങ്ങളുണ്ട്. അതൊക്കെ നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെ മൂഡ് ഓഫ് വരാനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് നോ സെയിൽസ് എന്ന് പറയുന്ന കാര്യത്തിനാണ്. നോ സെയിൽസ്, സെയിൽ ഇല്ല അതുകൊണ്ട് മൂഡ് ഓഫ്, അല്ലെ? സെയിൽ ഇല്ല അതുകൊണ്ട് ഭയങ്കര വിഷമം, സെയിൽ ഇല്ല അതുകൊണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റ് ഇൻഡസ്ട്രിയിൽ നമ്മുടെ ഫ്യൂച്ചർ എന്താകും എന്നുള്ള ഒരു കൺസേൺ. ഇതാണ് മൂഡ് ഓഫിന് മെയിൻ ആയിട്ടുള്ള ഒരു ബേസ് ആയിട്ടുള്ള ഒരു കാര്യം. ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ കൊടുക്കുന്നതും ഈ പറയുന്ന നോ സെയിൽസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലാണ്. സെയിൽ ഇല്ലെങ്കിൽ അതിന് കുറച്ച് കാര്യങ്ങൾ ഉണ്ട് അവിടെ ബാക്കിൽ, അല്ലെ? നമ്മൾ ചെയ്യുന്ന പ്രൊമോഷനിലുള്ള മിസ്റ്റേക്കുകൾ, നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസുകൾ പ്രോപ്പറായിട്ട് നടക്കാത്തതുകൊണ്ട്, പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്യാത്തത് കൊണ്ട്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ബിസിനസ്സിനനുസരിച്ച് മാറ്റാത്തത് കൊണ്ട്, അല്ലെ? നമ്മൾ ഏതൊരു ഇൻഡസ്ട്രിയിൽ പോകുന്നുണ്ടെങ്കിലും ആ ഇൻഡസ്ട്രിക്ക് അനുസരിച്ച് നമ്മളാണ് മാറേണ്ടത്, അല്ലാതെ നമ്മൾക്കനുസരിച്ച് ഒരു ഇൻഡസ്ട്രി തന്നെ മാറില്ല. നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പ്രൊഫഷനിലാണെങ്കിൽ നമ്മൾക്ക് ഒരു ബെറ്റർ റിസൾട്ട് കിട്ടണമെങ്കിൽ ആ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പ്രൊഫഷൻ ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിലൊരു ബെറ്റർ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്ഡേഷൻസ് നമുക്കുള്ളിൽ തന്നെ സംഭവിക്കുന്നില്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി നമുക്ക് വേണ്ടി മാറില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ ഒരു ഇൻഡസ്ട്രിയിൽ സെയിൽസ് ഇല്ല എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അപ്ഡേഷൻസിനനുസരിച്ചിട്ട് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ അപ്ഡേഷൻസിനനുസരിച്ചിട്ട് മാർക്കറ്റിലെ കാര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ മൂവ് ചെയ്യുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഭാഗമായിട്ട്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുമ്പോൾ നെഗറ്റീവ് റിവ്യൂസ് നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മൈൻഡ് ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്ക് ആവുന്നു, മൂഡ് പോകുന്നു, പല രീതിയിലേക്ക് ഈ ഒരു ഇൻഡസ്ട്രി വേണോ വേണ്ടോ എന്നുള്ള പല രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഡബിൾ മൈൻഡഡ് ആവുന്ന സമയത്ത് നമുക്ക് വർക്ക് പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റില്ല, സോ റിസൾട്ട് നമുക്ക് കിട്ടില്ല. അങ്ങനെ അങ്ങനെ പല രീതിയിലെ നെഗറ്റീവ് റിവ്യൂസ്, ആളുകൾ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളെ ബാധിക്കുന്നുണ്ടായേക്കാം. മൂന്നാമത്തെ ഒരു കാര്യമാണ് നോ കോണ്ടാക്ട്, അല്ലെ? നമുക്ക് നെറ്റ്വർക്ക് മാർക്കറ്റ് ഇൻഡസ്ട്രിയിൽ നല്ലൊരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും കോണ്ടാക്ട് വേണം. അപ്പൊ നമ്മൾ ബാക്കിയുള്ള പുതിയ അപ്ഡേഷൻ അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എൻഗേജ്ഡ് അല്ല, നമുക്ക് പുതിയ കോണ്ടാക്റ്റുകൾ കിട്ടുന്നില്ല, അങ്ങനെ പുതിയ സൗഹൃദം നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റുന്നില്ല, പ്രോസ്പെക്ടിങ്സ് ഭംഗിയായിട്ട് നടക്കുന്നില്ല. നമ്മൾക്ക് നമ്മുടെ വാട്സപ്പിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഫോൺ കോണ്ടാക്റ്റിലുള്ള ഒരു 10-20 ആൾക്കാരെ മാത്രമേ പരിചയമുള്ളൂ, അവരോടൊക്കെ പറഞ്ഞിട്ട് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് കിട്ടിയത്. ദെൻ വാട്ട്? നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് കോണ്ടാക്ട് ഇല്ല, നമ്മൾ എന്ത് ചെയ്യും? ഈ രീതിയിലുള്ള കൺസേൺസ്. അപ്പൊ ഇങ്ങനെയുള്ള പല രീതിയിലുള്ള കൺസേൺസ് വെച്ചിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് സെയിൽസ് ഇല്ലാത്തതും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല കാരണങ്ങളാണ് സെയിൽസ് ഇല്ലായ്മയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. മൂഡ് ഓഫിന്റെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കാം. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കമ്പനിയുടെ ഇൻകം പ്ലാൻ, അല്ലെങ്കിൽ പ്രൊഡക്റ്റുകൾ, കമ്പനിയുടെ അപ്ഡേഷൻസ്. ചില അപ്ഡേഷൻസ് ചില ആളുകളെ, റൂട്ട് ലെവലിലുള്ള ആളുകളെ അല്ലെങ്കിൽ ലീഡർഷിപ്പിലുള്ള ആളുകളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന അപ്ഡേഷൻസ് ഉണ്ട്. മെയിൻ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ, നോർമൽ ആയിട്ടുള്ള ആളുകളെ ബാധിക്കുന്ന അപ്ഡേഷൻസ് ആണ് പല കാര്യങ്ങളിലും കണ്ടുവന്നിട്ടുള്ളത്. ടോപ്പ് ലെവൽ ലീഡേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്ത് നിലനിർത്തുക എന്നുള്ളത് ഒരു കമ്പനിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഗോൾ ആയിരിക്കും. പക്ഷെ താഴെ വന്നിരിക്കുന്ന, റൂട്ട് ലെവൽ വന്നിരിക്കുന്ന ലീഡേഴ്സിനെ പലപ്പോഴും അവോയ്ഡ് ചെയ്യുന്ന അപ്ഡേഷൻസ് കൊണ്ടുവരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പ്രൊഡക്റ്റിന്റെ ബേസിലുള്ള കുറച്ച് കാര്യങ്ങൾ, പ്രൊഡക്റ്റ് കിട്ടാത്ത കാര്യങ്ങൾ, ഒരു പുതിയൊരു കസ്റ്റമറെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് നമ്മുടെ ബിസിനസിന്റെ ഭാഗമായി കൊണ്ടുവന്നിട്ടും മാസങ്ങളോളം, അതും 5-6 മാസങ്ങളോളം പ്രൊഡക്റ്റ് ഇല്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥ. അപ്പോഴൊക്കെ നമ്മുടെ മൈൻഡും ഞാൻ ചെയ്തിരിക്കുന്ന കമ്പനി പ്രോപ്പർ ആണോ, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ഫ്യൂച്ചർ ഇതിലുണ്ടാവും എന്നുള്ള പല കൺഫ്യൂഷൻസ് ഉണ്ടാവും. പ്ലാൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലും ഇത് സെയിം തന്നെയാണ്. ചില പ്ലാനുകൾ മാറുന്ന സമയത്ത്, ചില ഓഫറുകൾ എടുത്തു കളയുന്ന സമയത്ത് ആ ഓഫർ നമ്മൾ അച്ചീവ് ചെയ്യാനായിട്ടുണ്ടാവും. അപ്പോഴായിരിക്കാം അതിലൊരു അപ്ഡേഷൻ വന്നിട്ട് ആ ഓഫർ തന്നെ ഇല്ലാതെ പോകുന്നത്, അല്ലെങ്കിൽ അതിന്റെ ക്രൈറ്റീരിയ കൂട്ടുന്ന ഒരു അവസ്ഥ. പല കമ്പനികളിലും പല രീതിയിലുള്ള മാറ്റങ്ങൾ വേണം. അത് ഓരോരോ കമ്പനിക്കും അവരുടെ ഇൻകം പ്ലാൻ എങ്ങനെ വേണം എന്നുള്ളത് നിശ്ചയിക്കാം. പക്ഷെ ഒരു നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ചീറ്റ് ചെയ്യുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ലീഡേഴ്സിന് മാത്രം പ്രയോറിറ്റി കൊടുക്കുന്ന രീതിയിലേക്ക് പ്ലാനിന്റെയും ബാക്കിയുള്ള രീതിയിലുള്ള അപ്ഡേഷൻസ് ഒരിക്കലും നല്ലൊരു കാര്യമല്ല. അങ്ങനെ കമ്പനികൾ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒരുപാട് ഈ ഒരു മാർക്കറ്റിൽ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതും ആകാം മൂഡ് ഓഫിന് കാരണം. മൂന്നാമത്തെ ഒരു കാര്യമാണ് ടീം റിലേറ്റഡ് ഇഷ്യൂസ്. ടീം റിലേറ്റഡ് ഇഷ്യൂസ് എന്ന് പറയുന്ന സമയത്ത് അതിൽ പ്രധാനപ്പെട്ടതാണ് ലീഡേഴ്സ് ഇഷ്യൂസ്, ഡൗൺലൈൻ ടീം ഇഷ്യൂസ്, അതുപോലെ തന്നെ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ ഒരു 3 കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനിയിപ്പോ ലീഡേഴ്സ് ഇഷ്യൂ ആണെങ്കിലും അതിലും ഈഗോ വരാം, ടീം ലെവലുള്ള ഇഷ്യൂ ആണെങ്കിലും അതിലും ഈഗോ വരാം. ഡൗൺലൈൻ ലീഡേഴ്സിന് അപ്ലൈൻ ലീഡേഴ്സിനോടുള്ള ഈഗോ ഉണ്ട്, അപ്ലൈന് ഡൗൺലൈനോടും ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വർക്ക്ഔട്ട് ആവുന്നുണ്ട്. പിന്നെ ഒരു റിവെഞ്ച് രീതിയിലുള്ള പല കാര്യങ്ങളും ചെയ്യുക, അച്ചീവ്
അച്ചീവ്മെന്റ് ഉണ്ടാക്കുന്ന സമയത്ത് അത് പരിഗണിക്കാതിരിക്കുക, അച്ചീവ്മെന്റ് ബ്ലോക്ക് ചെയ്യുക, കാരണം ലീഡർക്കാൾ കൂടുതൽ വളരാൻ വേണ്ടി പാടില്ല എന്നുള്ളൊരു നിബന്ധനയൊക്കെ വെക്കുക. അങ്ങനെയൊക്കെ വേഴ്സ്റ്റ് ആയിട്ട് ചിന്തിക്കുന്ന ലീഡേഴ്സും നമ്മുടെ മാർക്കറ്റിലുണ്ട്. എല്ലാ കമ്പനികളിലും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. കാരണം ഞാൻ ഈ ഒരു 8 വർഷത്തെ എക്സ്പീരിയൻസിൽ ഭൂരിഭാഗം കമ്പനികളിലും ചെറുതും വലുതുമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇല്ല എന്ന് പറയപ്പെടുന്ന കമ്പനികൾ എന്റെ കാഴ്ചപ്പാടിൽ, എന്റെ കൺമുമ്പിൽ ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും ഇത്തരത്തിലുള്ള ഇഷ്യൂസ് എല്ലാ കമ്പനികളിലും നടക്കുന്നുണ്ട്. അതിന്റെ ഫ്രീക്വൻസി ലെവൽ ചിലപ്പോൾ ചെറുതായിരിക്കാം, ചിലപ്പോൾ പെട്ടെന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ വലുതായിട്ട് മൊത്തത്തിൽ ആ ടീമിനെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിരിക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള ടീം റിലേറ്റഡ് ആയിട്ടുള്ള, ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസുകളും നമ്മുടെ ഒരു മൂഡ് കളയുന്നതിന് ഒരു കാരണമാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ ഒരു പരിഹാരമായിട്ടുള്ള ഒരു സജഷൻ എന്ന് പറയുമ്പോൾ ലീഡേഴ്സിനോട് പറയേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ ടീം പാർട്ട്നേഴ്സിനോട് തന്നെ ഈഗോ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബിസിനസ് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ഒരൊറ്റ സെന്റൻസിൽ അത് ഒതുക്കാം, അത് എന്തിന്റെ പേരിലാണെങ്കിൽ പോലും കേട്ടോ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന ഡൗൺലൈൻ മെമ്പേഴ്സിനോട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ അപ്ലൈനോട് ഈഗോ കാണിച്ചു നിന്ന് കഴിഞ്ഞാൽ അതിൽ അർത്ഥമേ ഇല്ല കേട്ടോ സുഹൃത്തുക്കളെ. നേരത്തെ പറഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റ് ആണ്, എന്നിരുന്നാൽ പോലും അതിന് അർത്ഥമേ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യേണ്ട അപ്ലൈൻ ലീഡേഴ്സിനോട് നിങ്ങൾ തന്നെ ഈഗോ ഒക്കെ കാണിച്ചു നിന്ന് കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്ലൈനോട് പറയേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈഗോ മാത്രമല്ല ചെയ്യുന്നത്, സ്വന്തം ടീമിന്റെ അച്ചീവ്മെന്റും കാര്യങ്ങളൊക്കെ തടയത്തക്ക രീതിയിൽ പല കാര്യങ്ങളും തന്നെ ചെയ്യുന്നതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റഡി നടത്തിയിട്ടുള്ള എല്ലാവർക്കും തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പൊ അത് ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും അപ്ലൈൻസ് ചെയ്യുന്നുണ്ടാവില്ല, ബട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇല്ലാതെ ഇരിക്കാൻ വേണ്ടി നിങ്ങൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനെ കുറിച്ചൊക്കെ മറ്റൊരു വീഡിയോ നമുക്ക് സംസാരിക്കാം. അപ്പൊ ഈ ഒരു ഭാഗം നിങ്ങൾ വളരെ കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രൊഡക്റ്റോ പ്ലാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്ഡേഷൻസിലൊക്കെ നിങ്ങൾ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമുക്ക് വേറെ ഒന്നും തന്നെ ചെയ്യാനില്ല, നമ്മൾ കമ്പനി മാറി പോവുക എന്നുള്ളത് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ. കാരണം നിങ്ങൾ ചെയ്തിരിക്കുന്ന കമ്പനി അതിന്റെ ചില അപ്ഡേഷൻസ് നമ്മൾ ശ്രദ്ധിക്കണം. ചില അപ്ഡേഷൻസ് ഓക്കെയാണ്, ചില രീതിയിൽ ഏതെങ്കിലുമൊക്കെ ഏറ്റക്കുറച്ചിലുകളൊക്കെ പൂർണ്ണമാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു അപ്ഡേഷൻ ഒക്കെ പ്രാവർത്തികമാക്കി വരുന്ന സമയത്ത് അതിൽ ചിലപ്പോൾ ചില നെഗറ്റീവ് സൈഡുകൾ ഉണ്ടായേക്കാം. പക്ഷെ അത് നല്ലതിന് വേണ്ടിയിട്ടല്ലേ, ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടല്ലേ എന്നുള്ള രീതിയിൽ നമുക്കത് സോർട്ട് ഔട്ട് ചെയ്ത് നമുക്കൊന്ന് കണ്ണടച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് അതിനനുസരിച്ച് ഒരു പ്രാക്ടിക്കലായിട്ടൊന്ന് നോക്കി കണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ പറ്റണം. പക്ഷേ ആളുകളെ ഉപദ്രവിക്കുന്ന രീതിയിൽ, ഡൗൺലൈൻ മെമ്പേഴ്സിനെ നല്ല രീതിയിൽ ബാധിക്കാത്ത രീതിയിൽ, അവർക്ക് യാതൊരു വിലയും കൊടുക്കാത്ത രീതിയിലുള്ള അപ്ഡേഷൻസ് വന്നു കഴിഞ്ഞാൽ ആ കമ്പനീനെ നമ്മൾ ചൂസ് ചെയ്തത് ഒരു തെറ്റായ ഡിസിഷൻ ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. ദെൻ എന്താ, സ്വിച്ച് ടു അതർ കമ്പനി എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. സെയിൽസ് ഇല്ല എന്ന് പറയുന്ന ഒരു കാര്യത്തില്ല അല്ലെ, നെഗറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങൾ കേട്ടിട്ട് നമ്മൾ തന്നെ മൈൻഡ് ഔട്ട് ആയിട്ട് മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ കോൺടാക്ട് എല്ലാം കഴിഞ്ഞു പിന്നീട് എന്ത് എന്നുള്ളത് ചിന്തിച്ചിരിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ പ്രോപ്പർ ആയിട്ട് മാർക്കറ്റിനെ സ്റ്റഡി ചെയ്യുക. ഇന്നത്തെ മാർക്കറ്റിംഗ് രീതികൾ മാറിയിട്ടുണ്ട്, ടെക്നോളജി മാറിയിട്ടുണ്ട്, കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇതൊക്കെ അനുസരിച്ചുകൊണ്ടുള്ള ഒരു മാർക്കറ്റിംഗ് സംവിധാനം, ഒരു സെയിൽസിന്റെ സംവിധാനം നിങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, അത് പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോവുക. ഇത് തന്നെയാണ് പറയേണ്ടത്. ഇത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പല വീഡിയോകളിലായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പലതവണ ഡിസ്കസ് ചെയ്തതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ അത് ഉൾപ്പെടുത്തുന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള പ്രാക്ടിക്കൽ കാര്യങ്ങൾ നിങ്ങൾ നെക്സ്റ്റ് ലെവലിലേക്ക് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. മൂഡ് ഓഫ് ആയിട്ടുള്ള ആളുകൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ള മൂഡ് ഓഫ് ആയിട്ടുള്ള ആളുകൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിന്റെ ഒരു ക്ലാരിറ്റി പിക്ചർ, ഇതിൽ ഏതാണോ കാര്യങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് മുന്നോട്ടേക്ക് പോവുക. താങ്ക് യു സോ മച്ച്. ഓൾ ദി വെരി ബെസ്റ്റ്.